ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എക്സലാണ് കേട്ടോ. എക്സലിൽ നമുക്ക് ഒരു ടാക്സ് ഇൻവോയ്സ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടാക്സ് ഇൻവോയ്സ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ സിംഗിൾ ടാക്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ആ ടാക്സ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഇൻവോയ്സ് ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു ടാക്സ് മാത്രമാണ്. ഇപ്പോൾ 12% ടാക്സ് വരുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റത്തിനും 12% ടാക്സ് മാത്രം വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്. അങ്ങനെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബില്ലിൽ തന്നെ മൾട്ടിപ്പിൾ ടാക്സ് വരുമ്പോൾ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എക്സലിലാണ് നമ്മൾ ചെയ്യുന്നത്. എക്സലിൽ മൾട്ടിപ്പിൾ ടാക്സ് വെച്ചിട്ട് ഒരു ഇൻവോയ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യാം. എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളിപ്പോൾ ഒരു ടാക്സ് ഇൻവോയ്സിൻ്റെ ഫോർമാറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളൊരു ഐറ്റം കൊടുക്കുകയാണ്. അപ്പം ടാക്സ് ഇൻവോയ്സ് നമ്മൾ സെറ്റ് ചെയ്തതിൽ നമ്പർ ഉണ്ട്, അതുപോലെ ഐറ്റം, ക്വാണ്ടിറ്റി, പ്രൈസ്, ടോട്ടൽ, ടാക്സ്, ഇത് എത്ര പെർസെൻറ്റേജ് വരുമെന്ന് കാണിക്കാനാണ്. പിന്നെ അതിൻ്റെ CGSTയും പിന്നെ അതേപോലെ SGSTയും CGSTയും നമുക്ക് കാണണം. അത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ കാണണം. ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ടാക്സ് റേറ്റ് ഇവിടെ തന്നിരിക്കുന്നത് 12% ടാക്സ് റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12% എന്ന് പറയുമ്പോൾ CGST 6%, SGST 6%, നേർ പകുതിയായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ തന്നിരിക്കുന്ന ടാക്സ് റേറ്റിൻ്റെ മുഴുവൻ നമ്മളിവിടെ പകുതിയാക്കിയിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഈ മൗസ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി 5 എണ്ണം നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരെണ്ണത്തിന് 298 രൂപയാണ്. ഇനി ടോട്ടൽ കാണണം. ടോട്ടലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈക്വൽ സമ്മൊന്ന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ കൊടുത്തതിന് ശേഷം ക്വാണ്ടിറ്റിയുടെ കോളം സെലക്ട് ചെയ്യുക, ഇൻറ്റു പ്രൈസിൻ്റെ കോളം. ഇനി എൻ്റർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ എമൗണ്ട് കിട്ടും. ഇനി കാണേണ്ടത് ഇവിടെ ടാക്സ് ആണ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എത്ര പെർസെൻറ്റേജ് ഇവിടെ ടാക്സ് നമ്മൾ കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ എന്ന് പറയുന്ന മെനുവിൽ വന്ന് ഡാറ്റ വാലിഡേഷൻ എടുക്കുക. അതിൽ ഡാറ്റ വാലിഡേഷൻ സെലക്ട് ചെയ്ത് ലിസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ലിസ്റ്റിൽ സോഴ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ വന്ന് ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാൻ പറ്റും. 5 ആണോ 12 ആണോ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ടാക്സ് റേറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിച്ചു. ഇനി വേണ്ടത് ഇവിടെ CGST അല്ല SGST അതേപോലെ CGST ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ടാക്സ് റേറ്റ് നമ്മൾ ഏത് ടാക്സ് റേറ്റ് 12 ആണെങ്കിലും 5 ആണെങ്കിലും 2 ആണെങ്കിലും ഏത് ടാക്സ് റേറ്റ് വന്നാലും അതിനനുസരിച്ച് CGST SGST കാണിക്കണം. അതേപോലെ ഒരു ഐറ്റം നമ്മൾ 5%, ഒരു ഐറ്റം 12%, അടുത്ത ഐറ്റം 12%, അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴും ഇവിടെ നമുക്ക് ഉത്തരം കാണിക്കണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ SGST എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിന് ഇനി നമുക്ക് കാണേണ്ടത് SGST CGST കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ വരുന്ന ടാക്സ് റേറ്റ് അനുസരിച്ച് SGST CGST വരികയാണ് വേണ്ടത്. 12% ഇവിടെ വരുന്നത് വെച്ചാൽ SGST CGST അതിനനുസരിച്ച് കാണിക്കണം. 5% ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം കാണിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ SGST ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് SGSTയുടെ കോളം ക്ലിക്ക് ചെയ്യുക നമ്മൾ. അതിനുശേഷം ഈക്വൽ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഇഫ് എന്ന് പറയുന്ന കണ്ടീഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈക്വൽ ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ടാക്സിൻ്റെ കോളം സെലക്ട് ചെയ്യണം. അപ്പോൾ ടാക്സിൻ്റെ കോളം സെലക്ട് ചെയ്തു. ഈക്വൽ ടാക്സിൻ്റെ കോളത്തിൽ 12% ടാക്സ് റേറ്റ്, 12% ടാക്സ് റേറ്റ്. അങ്ങനെയെങ്കിൽ കോമ ഇവിടെ വരുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ, അതായത് 12% ആണെങ്കിൽ ഇനി ടോട്ടൽ സെലക്ട് ചെയ്യുക, ഇൻറ്റു 6%. അപ്പോൾ ടോട്ടലിനെ 6% കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെ 12% ടാക്സ് റേറ്റ് വരുന്നതെങ്കിൽ 6% കൊണ്ട് ടോട്ടലിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് SGST കിട്ടും. അപ്പോൾ ഇത് ഒരെണ്ണത്തിൻ്റെ മാത്രമാണ് 12% ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് 5%ൻ്റെ കൂടെ കാണിക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ കോമ ഇടുക. അതിനുശേഷം ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണു. നേരത്തെ ചെയ്ത പോലെ H11, അതായത് ടാക്സ് റേറ്റിൻ്റെ കോളം H11 ഈക്വൽ 5% ആണെങ്കിൽ കോമ
G11 അതായത് ടോട്ടലിൻ്റെ കോളം G11 ഇൻറ്റു 2.5%. അപ്പോൾ 2.5% വെച്ചിട്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. വീണ്ടും കോമ, ഇഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, H11 ടാക്സ് റേറ്റിൻ്റെ കോളം ഈക്വൽ 2% ആണെങ്കിൽ, ടാക്സ് റേറ്റ് മാറി വരും അതിനനുസരിച്ച് കൊടുക്കുക, 2% ആണെങ്കിൽ കോമ G11 ടോട്ടലിൻ്റെ ഇൻറ്റു 1% ഇൻറ്റു 1%, കോമ, ഇഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റേഷനാണ് വരുന്നത്. അപ്പോൾ എത്രത്തോളം ടാക്സ് വരുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളിത് ചെയ്തുകൊണ്ടേ പോവുക. ഇനി 1% ആണെങ്കിൽ കോമ G11 ഇൻറ്റു 0.5%. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾ ഒരുപാട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4 ബ്രാക്കറ്റ്. ഈ 4 ബ്രാക്കറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ 1, 2, 3, 4. ഇനി നമ്മളിതിനെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ ടാക്സ് റേറ്റ് സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ ഫാൾസ് എന്നുള്ളത് വന്നത്. അപ്പോൾ നമ്മളിവിടെ ഇനി എന്ത് ചെയ്യണു, ഈ 12% എന്ന് പറയുന്ന ടാക്സ് റേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ കണ്ടു 89.4 വരും. ഇതേ എമൗണ്ട് തന്നെയാണ് നമുക്ക് CGSTയിലും വരേണ്ടത്, കാരണം നേരെ പകുതിയാണ്. അപ്പോൾ ഇതേ ഫോർമുല തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യുന്നതിന് പകരം കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ ഈ കോളം സെലക്ട് ചെയ്യുക, ഫോർമുല ബാറിൽ വന്ന് നമ്മൾ ഈ ഫോർമുലേനെ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കുക. അതിനുശേഷം ഒന്ന് എസ്കേപ്പ് ചെയ്യുക, എന്നിട്ട് CGSTയുടെ കോളത്തിൽ വന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയും വന്നു. അപ്പോൾ ഇനി നോക്കൂ, ഇവിടെ 12% ആകുമ്പോഴാണ് ഈ ഒരു എമൗണ്ട് ഇവിടെ വരുന്നത്. നമ്മളതിന് 5% ആകുമ്പോൾ മാറി വരും. ഇങ്ങനെ ഓരോന്നും മാറ്റുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ വരിക. ഇനി ടോട്ടൽ കാണണം. ടോട്ടൽ കാണാൻ വേണ്ടി ഈക്വൽ സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൽ ടോട്ടൽ എമൗണ്ട് പ്ലസ് CGSTയും SGSTയും കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ ടോട്ടൽ എമൗണ്ട് കിട്ടും. ഇനി നമുക്കിതിനെ ഓട്ടോ ഫിൽ ചെയ്യാം. ഇവിടെ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ട ഉത്തരങ്ങളെല്ലാം നമുക്ക് ഓട്ടോ ഫിൽ ചെയ്യാം. ടോട്ടലിനെ സെലക്ട് ചെയ്യണു, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് ഓട്ടോ ഫില്ല് കൊടുക്കണു. അതേപോലെ ഇവിടെ നിന്ന് SGST, CGST ഇതെല്ലാം നമുക്ക് ഓട്ടോ ഫിൽ ചെയ്യാം. ഇപ്പോൾ അവിടെ ഒന്നും ഡീറ്റെയിൽസ് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിനെല്ലാം നമ്മൾ ഓട്ടോ ഫിൽ ചെയ്യുകയാണ്. ഇനി ടോട്ടലും കൂടെ കാണണം. ഇവിടെ ഈക്വൽ സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഫുള്ള് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ടോട്ടൽ വന്നിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് എല്ലാതും ഒരേ ടാക്സിൻ്റെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അത് മാറ്റി മൾട്ടി ടാക്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ഐറ്റം നമുക്ക് കൊടുക്കാം. അടുത്ത ഐറ്റം 3 പർച്ചേസ് ചെയ്യണു. വില വന്നിട്ട് 470 രൂപ. അപ്പം നമ്മളിവിടെ പ്രൈസ് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണിക്കും. ടാക്സ് റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 5% ആണ്, ഇത് 2% ആണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് വേറെ പെർസെൻറ്റേജ് വേണമെങ്കിൽ അടുത്തായിട്ട് നമുക്ക് കൊടുക്കാം. ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ടാക്സ് റേറ്റും കൂടെ സെലക്ട് ചെയ്യണം. അപ്പോഴാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് വരിക. ടാക്സ് റേറ്റ് വരുന്നത് 2% ആണ്. അപ്പോൾ ഇവിടുന്ന് 2% സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ഒരു ബില്ലിൽ തന്നെ, ഒരു ഇൻവോയ്സിൽ തന്നെ നമുക്ക് 2ഉം 3ഉം തരത്തിലുള്ള ടാക്സുകൾ കാണിക്കാൻ പറ്റും. 12 ആക്കി മാറ്റാം. ഇങ്ങനെ ഓരോ ചേഞ്ചസ് നമുക്ക് വരുത്താം. അപ്പോൾ ഒരേ ഇൻവോയ്സ് നമ്പറിൽ മൾട്ടിപ്പിൾ ടാക്സ് വരുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഫോർമാറ്റ് ചെയ്തെടുക്കാം.
ഇക്വേഷൻസ് കറക്റ്റായിട്ട് നോക്കുക. CGST SGST ഇഫ് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് മുഴുവൻ ചെയ്തത്. അപ്പോൾ ഇതിൽ വരുന്ന ഈ ടാക്സിൻ്റെ പെർസെൻറ്റേജ് മാറ്റുന്നതിനനുസരിച്ചിട്ട് ഇവിടെയും ചേഞ്ചസ് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻസിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് വരുത്തി കൊടുക്കുക. കാരണം ഇവിടെ 12% നമ്മൾ എഴുതിയത് കൊണ്ട് നമ്മൾ അതിനൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻവോയ്സിൽ നമ്മൾ മൾട്ടിപ്പിൾ ടാക്സ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.